സ്വാഭാവികമായും ഒരു നെൽമണി പാകിയാൽ അത് എത്ര ഇഞ്ച് വലുപ്പത്തിൽ അത് വളരുമെന്ന് എല്ലാവർക്കും അറിയാം. അസാധാരണമായി ഒരു നെൽമണി വളർന്നു വരികയില്ല. സ്തോത്രം. നെൽമണിയേക്കാൾ വലിപ്പം കുറഞ്ഞ മണികളുള്ള കടുക് പോലെയുള്ള പല വിത്തുകളും പാകിയാൽ വലിയ മരങ്ങൾ പോലെയാകും. പക്ഷെ നെൽമണിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2-2.5 അടി പൊക്കം വരെ, കൂടിപ്പോയാൽ 3 അടി, അതിൻ്റെ അപ്പുറം പൊങ്ങം വരികയില്ല. അത്രേ പൊങ്ങുകയുള്ളൂ. എന്നാൽ ഒരു നെൽമണി നട്ടാൽ അത് സ്വാഭാവികമായ 2-3 അടിക്ക് മീതെ അസാധാരണമായ വിധത്തിൽ അത് വളരുകയാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? എല്ലാം ഏകദേശം 2-2.5 അടി പൊക്കത്തിന് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അവിടെയായിട്ട് ചിലതിന് 5 അടി പൊക്കം. കാഴ്ചയിൽ നെല്ലാണ്, നെൽക്കതിരുകൾ തന്നെയാണ്, സസ്യ നെല്ല് തന്നെയാണ്. പക്ഷെ 5 അടി പൊക്കം, അസാധാരണമായ പൊക്കം, അസാധാരണമായ വലിപ്പം. അങ്ങനെ വന്നാൽ ശാസ്ത്രീയ വശപ്രകാരം അറിവില്ലാത്ത ആൾക്കാരെന്ത് പറയും? ഇത് വേറെ എന്തൊന്നിൻ്റെയോ മുളയാണ്, ഇത് നെല്ലല്ല. അതിനെ പിഴുതു കളയുവാൻ ശ്രമിക്കും. എന്നാൽ ശാസ്ത്രീയ വശത്തിൽ ചിന്തിക്കുമ്പോഴോ ഇതിന് ഇങ്ങനെ വളരുവാൻ തക്കവണ്ണം എന്തോ അസാധാരണമായ ഒരു ഘടകം അതിൻ്റെ വിത്തിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുവാനിടയാകുന്ന ഏതെങ്കിലും കെമിക്കൽ അതിനകത്ത് ആഡ് ചെയ്ത് അസാധാരണമായ വളർച്ച, 5 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട വൃക്ഷങ്ങളൊക്കെ ഇപ്പം 1 വർഷം കൊണ്ട് കായ്ക്കും. 10 വർഷം കൊണ്ട് ഫലം തരുന്ന സ്വാഭാവിക വൃക്ഷങ്ങളെല്ലാം ഇപ്പോൾ 3 വർഷം കൊണ്ട് കായ്ക്കും. ബഡ് ചെയ്ത് പലവിധമായ കൃത്രിമങ്ങൾ നടത്തി പുതിയ ജീവകോശങ്ങൾ രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് സസ്യങ്ങൾ വളർത്തിയെടുത്ത് അതിൻ്റെ ശാഖയിൽ നിന്നും കൊമ്പുകൾ വെട്ടിയെടുത്ത് വീണ്ടും ബഡ് ചെയ്ത് വിവിധവും വിഭിന്നവുമായ ഫലശേഖരങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ഷോർട്ട് ടൈം കൊണ്ട്, ചുരുക്കം സമയം കൊണ്ട് അധികം നന്മ മനുഷ്യൻ ഉണ്ടാക്കേണ്ടതിന് 10 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന പണത്തേക്കാൾ ആ 10 വർഷം കൊണ്ട് സമ്പാദിക്കുന്ന പണം 1 വർഷം കൊണ്ട് സമ്പാദിക്കാൻ കഴിയുന്ന അളവിൽ ചുരുക്കം സമയം കൊണ്ട് വലിയതിനെ നേടുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണല്ലോ എല്ലാ കൃഷിയിടങ്ങളിലും മനുഷ്യൻ്റെ എല്ലാ ബിസിനസ് ശൃംഖലകളിലും വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ അസാധാരണമായി ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ആരെങ്കിലും വളർന്നു നിൽക്കുകയാണെങ്കിൽ മായം. നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം ഒരു പെന്തക്കോസ്തുകാരൻ അസാധാരണമായി വളരുമ്പോൾ അവനെപ്പോലെ ഞാൻ സ്നാനപ്പെട്ട് ഇറങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് എന്താ ഗതി ഉണ്ടാകാതെ പോയത്, അവർക്ക് എന്ത് സന്തോഷമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ആകുവാൻ തക്കവണ്ണം ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് 10 പ്രാർത്ഥനാവിഷയങ്ങൾ ബൈബിൾ അങ്ങോട്ട് എഴുതി വെച്ച് നീ പ്രാർത്ഥിച്ച് നിൻ്റെ അസ്ഥിയെ ഒരുക്കി നിൻ്റെ രക്തം വിയർപ്പാക്കിയിട്ട് അവസാനം ആ ദീർഘമണിക്കൂറുകൾ ഈ ഭൂമിയിൽ ഈ വിഷയങ്ങളുടെ സ്വാധീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ട് അക്കരെ ചെല്ലുമ്പോൾ ഒരു നയാ പൈസയുടെ പ്രതിഫലം അത് നിമിത്തം കിട്ടാതെ പോയാൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? പ്രിയ സഹോദരങ്ങളെ, ഒരുവൻ്റെ അസാധാരണമായ വളർച്ച കണ്ടാൽ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് മായം കലർന്നിരിക്കുന്നു.